എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ക്രിസ്മസ് നാളില് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല കിടുക്കാച്ച ചിക്കൻ റോസ്റ്റ് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. കാറ്ററിംഗുകാർ ഓർഡർ അനുസരിച്ച് ബിരിയാണിയൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ ചിക്കൻ പീസുകള് പൊടിയാതെ തയ്യാറാക്കി എടുക്കുന്ന നല്ലൊരു പാചക രീതിയാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്കിതിലേക്ക് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല, എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ടും. ഇനിയിപ്പോ നമ്മുടെ ബിരിയാണിക്കൊപ്പം സെർവ് ചെയ്യാനും അതുപോലെ നെയ്ച്ചോറിനൊപ്പം സെർവ് ചെയ്യാനും അപ്പം, പത്തിരി, പുട്ട് അങ്ങനെയുള്ള എന്തിന്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള നല്ലൊരു ചിക്കൻ റോസ്റ്റ് ആണ്. ഈ ഒരു വീഡിയോയും കാറ്ററിംഗ് സ്പെഷ്യൽ ആണ്. വീഡിയോ കണ്ട എല്ലാവരും വീടുകൾ തയ്യാറാക്കി നോക്കുക. അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു കിടുക്കാച്ചി ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് കാറ്ററിംഗ് സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ചിക്കൻ 2.5 കിലോ അളവിലാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊരു 10 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇന്നത്തെ ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അധികം ഒന്നും ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാചക രീതിയാണ്. അങ്ങനെ നമ്മുടെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യമേ നമുക്ക് ചിക്കൻ ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ 1/2 സ്പൂൺ അളവില് കുരുമുളക് പൊടി ചേർക്കാം. 1/2 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ അളവിൽ തന്നെ ഗരം മസാലപ്പൊടി, 1/2 സ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ അളവില് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി വേണ്ടത് 3 ഏലക്ക, 3 ചെറിയ കഷ്ണം കറുവപ്പട്ട, 3 ഗ്രാമ്പു, 1 തണ്ട് കറിവേപ്പില, 1 ചെറുനാരങ്ങ നീര്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഈ കൈ കൊണ്ട് ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 10 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ അത്യാവശ്യം വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ഒരാൾക്ക് 2 പീസ് എന്ന കണക്കിനാണ് കേട്ടോ എടുത്തിട്ടുള്ളതും. അങ്ങനെ മാരിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതിയാകും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ മറ്റുള്ള ചേരുവകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ നമുക്കിനി ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ചിക്കൻ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് വേവിച്ചെടുക്കാനായിട്ട്. ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. ഒന്ന് ചെറുതായിട്ട് ചൂടായി ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതിയാകും. അപ്പോൾ ചിക്കൻ ഒന്ന് തിളച്ച് വരട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിലടുപ്പിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ പാനിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നതും. അങ്ങനെ നമ്മുടെ ചിക്കൻ പീസുകൾ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ കഷ്ണങ്ങളൊന്ന് മറിച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസുകൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ നല്ലോണം തന്നെ ചിക്കൻ ഇപ്പോ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കുടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. അതുപോലെ ഇതിലുള്ള സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട്, അതൊന്ന് നീക്കി വെക്കണം. ഈ ചിക്കൻ പീസുകളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ വറുത്തെടുക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വറുത്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ചിക്കൻ പീസുകൾ എണ്ണയിലേക്ക് മാറ്റാം. ഒരു ഭാഗം മുരിഞ്ഞു വരുമ്പോഴേക്കും മറുവശവും നമുക്ക് മുരിച്ചെടുക്കണം. അതുപോലെ ചിക്കൻ എല്ലാം തന്നെ നമുക്ക് വറുത്ത് മാറ്റാം. ചിക്കൻ ഒരു ഭാഗം മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പീസുകൾ ഇവിടെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഓവറായിട്ടൊന്നും നമ്മൾ മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനിയിപ്പോ പീസുകൾ പാനിൽ നിന്നും എടുത്ത് മാറ്റാം. ആദ്യ ചിക്കൻ കോരി മാറ്റിയതിനു ശേഷം രണ്ടാമത്തെ ചിക്കനും ഞാൻ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റാം. അതായത് നമുക്ക് ചിക്കനിൽ നിന്നും ഇത്രയും സ്റ്റോക്കും കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റിയും കൂടെ വെക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനുള്ള ഒരു ഉരുളി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റോസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും 2 ചെറിയ കഷ്ണം കറുവപ്പട്ടയും 4 ഏലക്ക ചതച്ചതും 4 ഗ്രാമ്പു കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർക്കാം. മസാലകൾ മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 3 ബോള് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5 പച്ചമുളകും ചേർത്ത് ചതച്ച് വെച്ചിട്ടുള്ളതാണ്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണയിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 4 സവാളയും 100 ഗ്രാം അളവില് കൊച്ചുള്ളിയുമാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുകൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കാം. സോഫ്റ്റ് ആയിട്ടൊന്ന് വാടിക്കിട്ടണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. സവാള പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലോണം തന്നെ വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണ പോരാതെ ഉണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ ചേർത്ത്
വഴറ്റിയെടുക്കാവുന്നതാണ്. സവാള വഴറ്റുന്ന സമയം കൊണ്ട് തന്നെ ഞാനിവിടെ മസാലപ്പൊടികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ അളവില് ഗരം മസാലപ്പൊടി, 1 സ്പൂൺ അളവില് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ അളവില് കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ തന്നെ പെരിഞ്ജീരകപ്പൊടി. ഇത്രയും മസാലപ്പൊടികളാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ സവാള ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും സോഫ്റ്റ് ആയാൽ പോരാ, നല്ല മെറൂൺ കളറിലേക്കാണ് ഒന്ന് വറുത്തെടുക്കേണ്ടത്. സവാള നന്നായിട്ട് തന്നെ വാടി വരുമ്പോഴാണ് നമ്മൾ തയ്യാറാക്കുന്ന റോസ്റ്റിനും നല്ല രുചിയൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ സവാള ഇതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരു നുള്ള് അളവിൽ ചേർത്താൽ മതിയാകും. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ സവാളയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടി ഇപ്പോൾ വഴറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള പൊടികൾ ചേർക്കാം. പൊടികളും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മൊരിയിച്ചെടുക്കാം. ഈ പൊടികളൊന്ന് മൊരിയിച്ചെടുക്കാനായിട്ട് കുറച്ചുകൂടെ എണ്ണയുടെ ആവശ്യമുണ്ട്. അതിനായിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ നമുക്കിതിലേക്ക് ഒരു 2 തക്കാളി കട്ട് ചെയ്തതാണ് ചേർക്കേണ്ടത്. തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചിക്കനിലുണ്ടായിരുന്ന ആ ഒരു സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്റ്റോക്ക് ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രേവി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ തിളച്ച് വരാനായിട്ട് നമുക്കൊന്ന് മൂടിയാണ് വെച്ചു കൊടുക്കേണ്ടത്. ഒരു 2-3 മിനിറ്റ് മാത്രം മൂടി വെച്ചാൽ മതിയാകും. അങ്ങനെ നമ്മുടെ ഗ്രേവി മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലതുപോലെ ഒന്ന് തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞു നിൽക്കുന്നൊരു പാകമാണ്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്കിതിലേക്ക് ചിക്കൻ പീസുകൾ ചേർക്കാം. ഈ ചിക്കൻ പീസുകളും ഗ്രേവിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പീസുകളൊക്കെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് ഒരു 2-3 മിനിറ്റ് നേരം ചിക്കൻ പീസുകൾ ഒന്നുകൂടെ വെന്ത് കിട്ടണം. ഈ സമയത്ത് കറിക്ക് ഉപ്പ് പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് കുറച്ചുകൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഈ കറി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു 3 മിനിറ്റിന് ശേഷം നമുക്ക് കറിയുടെ മൂടി ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇതുപോലൊരു പരുവത്തിനാണ് ആയി വന്നിട്ടുള്ളത്. ഗ്രേവിയില് ചിക്കൻ നല്ല പൊതിഞ്ഞിരിക്കുന്ന പാകത്തിനാണ് ആയി വന്നിട്ടുള്ളത്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് നേരമൊന്നും ചിക്കൻ വേവിച്ചെടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. ഇനി നമുക്ക് ഈ ചിക്കൻ റോസ്റ്റിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി കൂടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു സെർവിംഗ് ബൗളിലേക്ക് കൂടെ മാറ്റാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.